Very good morning, students. So today we will be handling on the topic assessment. So the main topic we will be discussing on this lecture will be role of assessment, assessment as learning, assessment for learning, and assessment of learning, and formative and summative assessment. So first of all, what is an assessment? So assessment is a process of gathering data to better understand the strength and weakness of the student learning. So നമ്മൾ മെയിൻലി ടീച്ചർ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ സ്കൂൾസിൻ്റെ എക്സാമ്പിൾസ് ആണ് എടുക്കുന്നത്. എല്ലാ ഏരിയയിലും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചിലും ഈ ഒരു അസസ്മെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ പല ഓഫീസുകളിലും അവർ അസസ് ചെയ്യുന്ന കാണാറില്ലേ. അതേമാതിരി തന്നെ ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ സ്കൂളിൽ ആരെ അസസ് ചെയ്യാം? കുട്ടികളെയാണ് അസസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് പഠിപ്പിക്കുമ്പോഴും നമുക്കൊരു ലേണിംഗ് ഔട്ട്കം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സിലബസിലായാലും ഒരു കരിക്കുലമായാലും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ലേണിംഗ് ഔട്ട്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിനൊരു ലേണിംഗ് ഔട്ട്കം ഉണ്ടായിരിക്കും. ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്കം കുട്ടികൾക്ക് കിട്ടിയോ, അവർക്കത് നേടാൻ സാധിച്ചോ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോഴാണ്. അപ്പോൾ ആ ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു പെർട്ടിക്കുലർ ഔട്ട്കമ്മിലേക്ക് അവരെത്തിയോ, അവർക്ക് അതിനെത്താൻ സാധിച്ചോ. അപ്പോൾ എവിടെയാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ടായത്, എവിടെയാണ് ആ ഗ്യാപ്പ് ഉണ്ടായത്, അത് നമ്മൾ അതിനനുസരിച്ച് ഫീൽ ചെയ്യണം. അതുപോലെ ഏതൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർക്ക് ആ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ വീക്ക്നെസ് ഉള്ള ഏരിയ നമുക്ക് ഫില്ല് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോഴാണ്. സോ അതെന്ത് ചെയ്യും, ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഓൾസോ മോട്ടിവേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അസസ്മെൻറ്റ്? എന്താണ് ഈ ഒരു അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഡെഫിനറ്റ്ലി ഇൻക്രീസസ് മോട്ടിവേഷൻ. നമുക്ക് ഓരോ അസസ്മെൻറ്റിലൂടെയും നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് അവർ മോട്ടിവേഷൻ, റൈറ്റ്? Then it increases the competency. It increases the competency and also it makes us understand where is our interest. എവിടെയാണ് ഒരു അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡൊക്കെ അളക്കുന്ന സമയത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേഷൻ, നമ്മൾ എവിടെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തി, നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാം നടത്തി, ഈ ഒരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു കട്ട് ഓഫ് കിടക്കാൻ പറ്റിയില്ല, അപ്പോൾ എവിടെയാണ് ഞാൻ ഫിൽ ചെയ്യേണ്ടത്? സോ ദ സ്റ്റുഡൻസ് ക്യാൻ സെൽഫ് ഇവാലുവേറ്റ് വേർ ഈസ് ദ ഗ്യാപ്പ്, വേർ ഐ വോണ്ട് ടു വർക്ക് ഹാർഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാധിക്കും. ദെൻ ക്യാപ്ചറിങ് സ്റ്റുഡൻസ് ടൈം ആൻഡ് അറ്റൻഷൻ ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് their weakness points and also generate appropriate student learning activity. പിന്നെ എന്താണ്, കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ അസസ്മെൻറ്റിലൂടെയും കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഫീഡ്ബാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെന്ത് ചെയ്യും, നെക്സ്റ്റ് അസസ്മെൻറ്റിൽ അവർ പ്രോഗ്രസ് ചെയ്യും. പിന്നെ ഓരോ അസസ്മെൻറ്റിലൂടെയും അവരെ തന്നെ വർക്ക് ചെയ്ത് എന്ത് ചെയ്യാണ്, മാക്സിമം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാക്കുമ്പോൾ it increases the competency of the students. Okay, so these are the importance of assessment. Now assessment play three kinds of role in learning: assessment as learning, assessment for learning, and assessment of learning. Okay, it definitely causes confusions in sometimes, but നമ്മളൊരു എക്സാക്റ്റ് ഒരു സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ we can easily differentiate between these three. Okay, first one, assessment as learning. So assessment as learning can be described as an ongoing process, okay, where students evaluate and monitor themselves, and also changing the learning strategies. Okay, they evaluate themselves and change the learning strategy according to that. Okay, understanding the strength and weakness, they will change the learning strategies to direct themselves to their goals. So it is actually more self-directed, it is metacognitive and learning themselves. Okay, so this is how the learning takes place in assessment as learning. Okay, it is mostly
self-directed. It is a self activity of understanding themselves, where they want to improve, where I'm very strong in. So it encourages students to take the responsibility of their own learning. And also, what is the role of teachers in assessment as learning? As I said earlier, it is actually they are self-evaluating and self-directed process, and it is actually an ongoing process. So teachers serve as a guide only. Okay, teacher act as a guide, and they provide regular feedback to students. And the second one is that they help them to monitor their own learning. Teacher help them to monitor their own learning. And also the teachers create an environment which is according to the need of the students. സ്റ്റുഡൻസിന് എന്താണ് അവർക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് വേണ്ടത് എന്നുള്ളതിനനുസരിച്ചിട്ട് ടീച്ചർ വിൽ ക്രിയേറ്റ് എൻ എൻവയോൺമെന്റ്. Okay, so these are the role of teachers in assessment as learning. Now, assessment for learning. Assessment for learning is a process of improving and enhancing students' learning. It is actually formative assessment. അപ്പം തന്നെ നമുക്ക് ക്ലിയർ ആണ്, അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോഴും ക്ലിയർ ആണ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോഴും ക്ലിയർ ആണ്. ഒരു ലേണിംഗ് ഔട്ട്പുട്ടിനെ അല്ല നമ്മൾ അസസ് ചെയ്യുന്നത്, ലേണിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത് അതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ നീഡ്സ് അനുസരിച്ച് നമ്മൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ കൊണ്ടുവരണം എന്നുള്ളത് സ്റ്റുഡൻസിന് ഫീഡ്ബാക്സ് കൊടുത്ത് അവർ ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ ടീച്ചേഴ്സിനും എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അവരുടെ ആ ഒരു ആക്ടിവിറ്റീസിൽ എന്ത് ചേഞ്ച് വരണം, ടീച്ചിങ് മെത്തേഡ്സിൽ എന്ത് ചേഞ്ച് വരണം എന്നൊക്കെ ടീച്ചേഴ്സിനും അതൊരു ചേഞ്ചിങ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിനും അവരുടെ ഇൻസ്ട്രക്ഷൻസ് മെത്തേഡ് അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു ചേഞ്ച് ചെയ്യാം, അക്കോർഡിംഗ് ടു ദ നീഡ്സ് ചേഞ്ച് ചെയ്യാം. അതുപോലെ സ്റ്റുഡൻസിനും വേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നൗ what is the teacher role in assessment for learning? So teachers interaction with the students during entire period of teaching, because teacher must understand what are the needs of students, whether students getting what they want എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റിൽ അവർക്ക് ചേഞ്ചസ് കൊണ്ടുവന്ന് ഒരു ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെറ്റർ ആക്കാൻ സാധിക്കുള്ളൂ. So teachers always interact with students and identify particular learning needs of students and adopt materials and resources, help them to improve the students' learning. അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആണ് വേണ്ടത്, അവർക്ക് എന്ത് രീതിയിലുള്ള റിസോഴ്സസ് ആണ് വേണ്ടത് കൊടുക്കേണ്ടത് പഠിക്കാൻ എന്നുള്ളതും കൂടി ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പെർട്ടിക്കുലർ ആയിട്ട് എന്താണോ നീഡ് അതിനനുസരിച്ച് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ എളുപ്പിച്ച് ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും റിസോഴ്സസും അവർക്ക് കൊടുക്കുക എന്നുള്ളത് ടീച്ചറുടെ റോളാണ്. നെക്സ്റ്റ്, ടീച്ചേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് ദ സ്റ്റുഡൻസ് ഡ്യൂറിങ് എൻറ്റയർ പീരീഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ഡിസൈൻ ലേണിംഗ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിളായി കൊടുത്തത് അവർക്ക് കുറച്ചും കൂടി, ഇപ്പോൾ പണ്ട് നമ്മളൊരു ബ്ലാക്ക് ബോർഡ് മെത്തേഡായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് മെത്തേഡ് വന്നപ്പോൾ നമുക്ക് എന്താ, നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ വരയ്ക്കുന്നത് തന്നെ ചിലപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ആ ഒരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ സ്മാർട്ട് ബോർഡ്സായി മാറിയപ്പോൾ എന്താ, നമുക്കത് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലവർ തന്നെ ഉണ്ടെങ്കിൽ ആ ഫ്ലവർ അവർ ഡയറക്റ്റ് കാണുന്നതാണ് അവരുടെ ഡെയിലി ലൈഫിൽ. പക്ഷെ നമ്മൾ അത് എത്രത്തോളം ഒരു ബ്ലാക്ക് ബോർഡിൽ വരച്ചാലും അവരുടെ ആ ഒരു ഇതിലേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവരുടെ മൈൻഡിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സ്മാർട്ട് ബോർഡ് ആവുമ്പോൾ ആ ഒരു ലേണിംഗ് മെത്തേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ സ്മാർട്ട് ബോർഡിലൂടെ അവർ ശരിക്കും ആ ഫ്ലവറിനെ കണ്ട് പഠിക്കുമ്പോൾ അവർ ഞാനും ഈ ഫ്ലവറിനെ കാണുമ്പോൾ അതിങ്ങനെയായിരുന്നു, ഇതാണല്ലേ ആന്തർ എന്ന് പറയുന്നത്, ഇതാണ് പെറ്റൽസ് എന്ന് കൂടുതൽ അവരിലേക്ക് എത്തും. സോ ആ ഒരു ലേണിംഗ് ഡിസൈൻ ചെയ്യാനും ആ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ചേഞ്ച് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചിങ് എവിടെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ചേഞ്ച് ചെയ്ത് കുട്ടികളിൽ ഒരു മാക്സിമം ഔട്ട്പുട്ട് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. നൗ 7 strategies of assessment for learning. അപ്പോൾ ലേണിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ലേണിങ്ങിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വി വാണ്ട് ടു നോ വേർ ഐ എം ഗോയിങ്. വി ഷുഡ് ഹാവ് എ ഗോൾ. നമുക്കൊരു ഗോൾ വേണം. എന്നാൽ മാത്രമാണ് നമ്മൾ പോകുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഗോൾ ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റോ
നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു എക്സാക്ട് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ക്ലിയർ അണ്ടർസ്റ്റാൻഡബിൾ വിഷൻ ഓഫ് ലേണിംഗ് ടാർഗറ്റ്സ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് വേർ ആം ഐ നൗ, ഞാൻ എവിടെയാണുള്ളത്, ആ ഗോൾ റീച്ച് ചെയ്യാൻ ഞാൻ പ്രാപ്തയായോ, ഞാൻ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോകാൻ സാധിക്കുള്ളൂ. സോ അതെന്ത് ചെയ്യണം, നമ്മൾ അറിയണം. വേർ ആം ഐ നൗ. അപ്പോൾ അതൊരു റെഗുലർ ഫീഡ്ബാക്കിലൂടെ മാത്രമാണ് നമ്മൾ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഹൗ ഡു ഐ ക്ലോസ് ദ ഗ്യാപ്പ്, എനിക്ക് ഇന്ന ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്, എനിക്ക് ഇന്ന വീക്ക്നെസ് ഉണ്ട്, അതെങ്ങനെ ഞാൻ ക്ലോസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, ഇതൊക്കെ ട്രാക്ക് ചെയ്ത് ഒരു അസസ്മെൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പ്രോഗ്രസ് അസസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആൻഡ് വി നീഡ് എ ടീച്ചർ ടു ഗൈഡ് us and also to help us, to monitor, to guide, to help us. More than an instructor, they act as a friend who guide us to achieve our goal. Okay, next, assessment of learning. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് പറയുമ്പോൾ എന്തായിരുന്നു, ലേണിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ അസസ്മെൻറ്റ് കൊണ്ടുവരും, എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യണം, അപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. ഇനി അതൊക്കെ കഴിഞ്ഞു അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിനെ നമ്മൾ അസസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് നമുക്കറിയാം, എക്സാംസ്, ഫൈനൽ എക്സാംസ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ ഈസ് അവർ ഫൈനൽ അസസ്മെൻറ്റ്. അതുപോലെ നമ്മളൊരു സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസ് കവർ ചെയ്ത് ഒരു അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം ഈസ് അവർ എന്താണ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാംസ്, ഫൈനൽ എക്സാംസ്, ഇതൊക്കെയാണ് എന്ത്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗിൽ വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ അസസ്മെൻറ്റ് ദാറ്റ് ബിക്കംസ് പബ്ലിക്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് കിടക്കുമ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ എക്സാം ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചോ, നമുക്കതൊക്കെ നമ്മൾ ഇത്രയൊക്കെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ലേണിംഗ് മെത്തേഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ മാക്സിമം പഠിച്ചു, ഇനി അത് എത്രത്തോളം പഠിച്ചു എന്ന് അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. സോ ഇറ്റ് ഈസ് റിഫേർഡ് ടു ആസ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ലാസ്റ്റ് നടത്തുന്ന ഒരു എക്സാം, ലാസ്റ്റ് നടത്തുന്ന ഒരു അസസ്മെൻറ്റ്, അതാണ് എന്ത്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ലേണിംഗ് അച്ചീവ്മെൻറ്റ് ഇൻ റിലേഷൻ ടു എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം. എക്സ്പെക്റ്റഡ് ലേണിംഗ് ഔട്ട്കം നമ്മൾ അച്ചീവ് ചെയ്തോ ഫൈനലായിട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്താ, മറ്റേത് നമ്മളെന്താ, ഓരോ ടോപ്പിക്സിൻ്റെയും ലേണിംഗ് ഔട്ട്കംസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തി ഒരു നമ്മളൊരു സിലബസ്, ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ലേണിംഗ് ഔട്ട്കം ഉണ്ടാവും. ആ ലേണിംഗ് ഔട്ട്കം നമുക്ക് അച്ചീവ് ചെയ്തോ ഇല്ലയെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റിലൂടെയാണ്, അല്ലെങ്കിൽ ഫൈനൽ എക്സാംസിലൂടെയാണ്. സോ അതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. സോ അതെന്താ, ഡെഫിനറ്റ്ലി അത് പബ്ലിക് ആവും അല്ലേ, ഡെഫിനറ്റ്ലി അത് പബ്ലിക് ആവും. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്? സോ assessing students' learning achievement in relation to expected learning outcome, as I said earlier, making use of different kinds of test item techniques in assessment of students' learning. സ്റ്റുഡൻസ് ലേണിങ്ങിന് എന്തൊക്കെ കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് കൊണ്ടുവരാം, ടെക്നിക്സ് എന്തൊക്കെ ചെയ്യാം, ഈ ഒരു ഫൈനൽ അസസ്മെൻറ്റ് നടത്താം എന്നുള്ളൊരു ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചേഴ്സിൻ്റെ റോള്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെയാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പബ്ലിക്. അത് പാരൻസിനും മറ്റ് നമുക്കും സ്റ്റുഡൻസിനും ഒക്കെ ഒരു ഫൈനൽ അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഷോർട്ട് ഫോം giving all the concepts of assessment, three kinds of assessment: assessment for learning, assessment as learning, assessment of learning. Okay, assessment for learning means ലേണിങ്ങിന് വേണ്ടി നമുക്ക് എന്തൊക്കെ അസസ് ചെയ്യാം എന്നുള്ളതാണ്. അസസ്മെൻറ്റ്സ് ചെയ്യാം, എന്തൊക്കെ ചേഞ്ചസ് വരുത്താം, ആ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് സ്റ്റുഡൻസിന് ഫീഡ്ബാക്സ് കൊടുത്ത് അവരെ കോമ്പറ്റീറ്റീവ് ആക്കാം എന്നുള്ളതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഓക്കെ, അതിന് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് മെത്തേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സ് ചേഞ്ച് ചെയ്യാം. സ്റ്റുഡൻസിന് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഫീഡ്ബാക്സ് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. അതിലൂടെ ഒരു ബെറ്റർ ഔട്ട്കം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലൂടെ നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഈ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ
ഓൺഗോയിങ് പ്രോസസ്സാണ്. സ്റ്റുഡൻറ്റ് ഇവാലുവേറ്റ് ദംസെൽസ്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. അവർ തന്നെ പ്രോഗ്രസ് ചെയ്യുന്നു. അവർ തന്നെ അവരുടെ ലേണിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. പിന്നെ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫൈനൽ ഗോൾ അച്ചീവ് ചെയ്യാൻ അവർക്ക് സാധിച്ചോ, ആ ഒരു അക്കാഡമിക് ഇയറിൽ ഫൈനൽ എക്സാംസ് നടത്തി കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് അവരെത്തിയോ എന്ന് അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, ഫൈനൽ പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. നൗ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തു. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഫോർമേറ്റീവ് അസസ്മെൻറ്റ്സ് എന്താ ചെയ്യുന്നത്, ഹെൽപ്സ് ടീച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് സ്റ്റുഡൻറ്റ് ലേണിംഗ് വെയിൽ ദേ ടീച്ച്. അവർ ടീച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ ഇന്ന് നമ്മളൊരു ടോപ്പിക് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണ് ആ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ അവർ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് എന്തൊക്കെ മനസ്സിലായില്ല എന്നുള്ളത് ആ യൂണിറ്റ് ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റ് ടെസ്റ്റിലൂടെ അവർക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് അവർക്ക് മാർക്സ് കിട്ടാഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു. സ്റ്റുഡൻസിനെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കി അവരെ പഠിപ്പിക്കുമ്പോൾ അവർ നെക്സ്റ്റ് അസസ്മെൻറ്റ് നടത്തും, നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ എന്താ നമുക്ക് അവർക്ക് പ്രോഗ്രസ് ഉണ്ടായോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയ യൂണിറ്റ് ടെസ്റ്റിലൂടെയൊക്കെ നമ്മൾ അവരുടെ അസസ് ചെയ്ത് അവരെ മുന്നോട്ട് എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദിസ് ഹിയർ അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. ദ മോട്ടീവ് ബിഹൈൻഡ് ഇസ് ടു സ്ക്രീൻ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ഗിവ് പ്രോഗ്രസിങ് ഇൻപുട്ട് ടു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചേഴ്സിനും അതൊരു പ്രോഗ്രസീവ് ഇൻപുട്ടാണ്, അതുപോലെ സ്റ്റുഡൻസിനും അതൊരു പ്രോഗ്രസീവ് ഇൻപുട്ടാണ്. രണ്ട് പേർക്കും അവരുടെ മെത്തേഡ്സ് ചേഞ്ച് ചെയ്ത് ഒരു നല്ല ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. നൗ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ഓൾ പാർട്സ് ഓഫ് ദ ലെസൺ. ഇറ്റ് ക്യാൻ ബി ബിഫോർ ദ ലെസൺ, ഡ്യൂറിങ് ദ ലെസൺ ആൻഡ് ആഫ്റ്റർ ദ ലെസൺ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബിഫോർ ദ ലെസൺ, ആസ് യു ക്യാൻ സീ ദ കാർട്ടൂൺ ദ ബിഫോർ ദ ലെസൺ ദ ടീച്ചർ എന്താ ചെയ്യുന്നത്, ഡിറ്റർമിൻസ് വാട്ട് ലേണർ നോസ് ആൻഡ് ക്യാൻ ഡു. എന്താണ് അവർക്ക് അറിയുന്നത്, അവരുടെ പ്രീവിയസ് നോളേജ് നമുക്ക് അളക്കാൻ സാധിക്കും. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും, കാരണം അവർക്ക് ഓൾറെഡി ഇതൊക്കെ അറിയാം. അപ്പം നമുക്ക് ഇനി എന്തൊക്കെയാണ് അവർക്ക് അഡീഷണലി കൊടുക്കേണ്ടത് നമുക്ക് ടീച്ചർക്ക് അസസ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്തൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അതാണ് ബിഫോർ ദ ലെസൺ ആസ് എ ടീച്ചർ വി ക്യാൻ ഡു. ഓക്കെ, ലേണറിന് എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ദ ലെസൺസ് പേർപ്പസ്. ആ ലെസൺ പഠിച്ചുകൊണ്ട് എന്താണ് പെർപ്പസ്, എന്താണ് ആ ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് അറിയുന്നത് എന്ന് അവർക്ക് സ്വന്തമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഫോർ ദ ലെസൺ ലേണറിന് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊരു ടൈപ്പ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ദെൻ ഡ്യൂറിങ് ദ ലെസൺ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, യൂണിറ്റ് ടെസ്റ്റിലൂടെ. ലേണർക്കോ അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ്, ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ അവർ മുന്നേ അതിൻ്റെ പർപ്പസൊക്കെ നോക്കി വെച്ചിരുന്നു, ആ പർപ്പസൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ ഓരോ യൂണിറ്റ് ടെസ്റ്റിലൂടെ കുട്ടിക്ക് ചെയ്യാൻ പറ്റും. ഇനി ആഫ്റ്റർ ദ ലെസൺ എന്താ ഉണ്ടാവുന്നത്, ടീച്ചർ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അസസ് ചെയ്യും, അത് കിട്ടിയോ, അതുപോലെ ലേണറിന് എന്താണ്, ലേണറിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് നടക്കുന്നത്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ബിഫോർ ദ ലെസൺ, ഡ്യൂറിങ് ദ ലെസൺ, ആഫ്റ്റർ ദ ലെസൺ നടക്കുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എക്സാമിന് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെന്നും കൂടി നമ്മൾ ഒരു സജഷന് പോലും നമുക്ക് കിട്ടുന്നില്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലും ഉണ്ടാവില്ല. അപ്പം ലാസ്റ്റ് എഴുതുന്ന എക്സാം ആയിരിക്കും നമ്മുടെ ആദ്യത്തെ എക്സാം പോലെ നമ്മൾ എഴുതുന്നത്, നമ്മൾ അസസ് ചെയ്യണം. അപ്പം നമുക്ക് ഒരിക്കലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അത് തന്നെ ഒരു ഫസ്റ്റ് എക്സാം അല്ലേ. ഇതാവുമ്പോൾ എന്താ, ഓരോ ടെസ്റ്റിലൂടെയും നമ്മുടെ വോയിഡ്സ്, നമ്മളെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് എക്സാം വിൽ ബി ദ ബെസ്റ്റ് എക്സാം ഫോർ എസ്. സോ അങ്ങനെ അതുകൊണ്ടാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അതിൻ്റെ ഒരു പെർപ്പസ് എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. രണ്ട് പേർക്കും അതൊരു ഫീഡ്ബാക്കാണ് അല്ലേ. ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് എറർ എന്താണ്, മിസ്കോൺസെപ്ഷൻസ് എവിടേക്കാണ് വന്നത്, അതുപോലെ പ്രൊവൈഡ് ഇൻഫോർമേഷൻ, മോഡിഫൈങ് ഇൻസ്ട്രക്ഷൻ ടു ടീച്ചേഴ്സ് ഫോർ മോഡിഫൈങ് ഇൻസ്ട്രക്ഷൻ. അവർക്ക് എവിടെയാണ് ഇൻസ്ട്രക്ഷനിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് ടു ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്.
സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി അവരുടെ വീക്ക്നെസ് മനസ്സിലാക്കുമ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നു. ടീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ മെത്തേഡിൽ എന്താണ് പ്രോബ്ലം വന്നത്, ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് മാക്സിമം മാർക്സ് കിട്ടിയില്ല, ഡെഫിനറ്റ്ലി അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, കോൺസെപ്റ്റ് എന്ന് ടീച്ചർക്ക് മനസ്സിലാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ടീച്ചർ ചേഞ്ച് ചെയ്യും. സോ അതാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. കുട്ടികൾ മാക്സിമം ലേണിംഗ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. So what are the characteristics of formative assessment? Administered during imparted lesson, thought instruction imparted. Okay, it's a diagnostic and remedial ആണ്. Make provision for effective feedback. Okay, lesson impart ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്. അഡ്വാൻറ്റേജസ് എന്താ, അവരുടെ പ്രോഗ്രസ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റുഡൻസിന് അവരുടെ പ്രോഗ്രസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെന്താ, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കാം അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യാം, അവരുടെ വർക്ക് ജഡ്ജ് ചെയ്തിട്ട് നല്ല വർക്ക്സ് ആണെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺനെസ് എന്താണ്, മാസ്റ്ററി ഓഫ് ലേണിംഗ്. ഫീഡ്ബാക്സ് കൊടുക്കുമ്പോൾ എന്താ, ലേണിങ്ങിൽ അവരെന്ത് ചെയ്യുന്നു, മാസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ അവർ സ്വയം ലേൺ ചെയ്ത് മാസ്റ്റർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യും. ആൻഡ് പ്ലാറ്റ്ഫോം ഫോർ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിന് എന്താ, ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് വരികയാണ്. ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവരുടെ പിയർ ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാനുമുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. നൗ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സമ്മേറ്റീവ് അസസ്മെൻറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ടൂൾസ് ഫോർ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ട്. അതായത് ടൂൾസ് ഫോർ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കൊടുക്കുന്നത് അസസ്മെൻ്റ് ആയിട്ട്. നമുക്ക് ഈ എവിടെയാണ് നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അസസ്മെൻറ്റ് നടത്തണം എന്നുള്ളത് നമ്മൾ പറയും. അത് എന്തൊക്കെ അസസ്മെൻറ്റ് ആയിട്ട് നമുക്ക് നടത്താം, ഒന്നില്ലെങ്കിൽ എക്സാംസ് നടത്താം, യൂണിറ്റ് ടെസ്റ്റ് നടത്താം, എസ്സേസ് നടത്താം, ഡിബേറ്റ്, ക്വസ്റ്റ്യനയർ സെറ്റ് ചെയ്യാം, ക്വിസസ് നടത്താം, വർക്ക്ഷീറ്റ്സ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവരെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ടൂൾസ് ഫോർ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, സോ നൗ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സോ ഫൈനൽ എക്സാം ദ മെഷർ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ് ആസ് എൻ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്തായിരുന്നു, ഫോർ ലേണിങ്ങിലായിരുന്നു. ഇത് ഓഫ് ലേണിംഗ്, നമ്മുടെ ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ലേണിംഗ് ഔട്ട്കം അനുസരിച്ച് നമുക്ക് അവിടെ എത്താൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഫൈനൽ അസസ്മെൻ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സോ ഇറ്റ്സ് പ്രൊവൈഡ് ഡാറ്റ ഫോർ യു ആൻഡ് പാരൻസ് ഓൺ വിച്ച് യു വെദർ പ്ലാൻ യുവർ ഫ്യൂച്ചർ സ്ട്രാറ്റജീസ്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാംസിൻ്റെ ഗ്രേഡ്സും അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ എന്താവണം അല്ലെങ്കിൽ ഏത് ആണ് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ കുട്ടികൾക്കും പാരൻസിനും ഒരു എക്സാക്റ്റ് ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ എന്താ, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ്, അവരുടെ സ്കിൽ അക്വിസിഷൻ എത്രയാണ്, അവരുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഫൈനൽ ഗ്രേഡിലൂടെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ യൂണിറ്റ് ടെസ്റ്റിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഗ്രേഡ് ഒരു ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് മാറ്റം കൊണ്ടുവരണമെന്ന് കരുതിയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ച് നല്ല മാർക്ക് മേടിക്കും. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ എക്സാമാണ്, അതിന് എക്സ്ട്രാ എക്സാം വേറെ ഇല്ലല്ലോ. അപ്പോൾ ഫൈനൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ആണ്. അപ്പോൾ ആ ഫൈനൽ എക്സാമിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ എത്രത്തോളം നമുക്ക് സ്കില്ലുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് മാക്സിമം ഗ്രേഡ് കിട്ടാൻ. സോ ആ ഗ്രേഡ്സിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് പോലും അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിലൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പേർപ്പസ് എന്താ, ഒരു സ്റ്റുഡൻറ്റ് ആപ്റ്റ് ആണോ, പ്രൊമോട്ട് ചെയ്ത് പോകാൻ ആപ്റ്റ് ആണോ എന്നുള്ളത്, ഒരു പാസ് ഓർ ഫെയിൽ ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തുമ്പോൾ. പിന്നെ ഗ്രേഡ് ആൻഡ് റാങ്ക് ഓഫ് ദി സ്റ്റുഡൻറ്റ് എത്രയാണെന്നനുസരിച്ച് അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രെഡിക്റ്റ് സക്സസ് ഇൻ ഫ്യൂച്ചർ സ്റ്റഡി, അവരുടെ ഫ്യൂച്ചർ സ്റ്റഡിയിലും അവർ ഇതുപോലെ തന്നെ പ്രോഗ്രസ് കൊണ്ടുവരും. നമുക്ക് ജസ്റ്റ് നമുക്കിങ്ങനെ ആലോചിക്കാമല്ലോ, അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അതുകൊണ്ട് അവർ നന്നായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ ലൈഫിലായാലും അവർ എക്സാംസ് ഒക്കെ എഴുതി അവർ നല്ലൊരു ക്വാളിറ്റി ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവർ മാറും, അല്ലെങ്കിൽ ഇന്ന മേഖലയിൽ അവർ ശോഭിക്കും എന്നൊക്കെ നമുക്ക് ഇത് വെച്ച് അസസ് ചെയ്യാൻ പറ്റും. അലോ പ്രോഗ്രസ് ടു ഫർദർ സ്റ്റഡി, അവരുടെ ഫർദർ സ്റ്റഡിക്കുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലോ. നമുക്ക് മാക്സിമം ഗ്രേഡ് കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു സ്റ്റഡീസിലേക്ക് എത്തണം അല്ലെങ്കിൽ നല്ല ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നൊക്കെ തോന്നും. പിന്നെ പ്രെഡിക്റ്റ് സക്സസ് ഇൻ ഫ്യൂച്ചർ സ്റ്റഡി വർക്ക്, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും.
അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഗ്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഗ്രേഡിങ്ങും സർട്ടിഫിക്കേഷനും നടക്കുന്നത് ഫൈനൽ എക്സാമിലൂടെയാണ്. Take decisions on promotion and also awarding degree, and help to demonstrate the sum of what they have and haven't learned എന്നുള്ള എൻ്റെ ഒരു കറക്റ്റ് ഡെമോൺസ്ട്രേഷൻ അവരുടെ ആ ഒരു സർട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാം. ഓക്കെ, ദെൻ ജഡ്ജിങ് ദ അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ കോഴ്സ് ഒബ്ജക്റ്റീവ്സ്, അത് അവർക്ക് കിട്ടിയോ, ആ ഒരു ഒബ്ജക്റ്റീവ്സ് അവർക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചോ. യൂസ് ടു മേക്ക് കമ്പാരിസൺ എമംഗ് സ്റ്റുഡൻസിൻ്റെ ഡിഫറെൻറ്റ് എബിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർട്ടിഫൈസ് ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് എത്രയാണ് നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. സോ അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. നൗ ടൂൾസ് ഓഫ് ടൈപ്സ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, ടൂൾസ് ഓർ ടൈപ്സ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് നടത്താം, എക്സാമിനർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന എക്സാംസ് നടത്താം, അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റ് നടത്താം, എൻഡ് ഓഫ് ദ ടേം മിഡ് ടേം എക്സാംസ് നടത്താം, ഫൈനൽ പ്രോജക്റ്റ്, ഫൈനൽ പ്രസൻറ്റേഷൻ, ഇതൊക്കെ ടൈപ്സ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും കുട്ടികളെ. ഓക്കെ, നൗ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, we should understand what is formative assessment, what is summative assessment. Definitely. So it's monitor student learning and provide feedback. That is formative assessment. Summative assessment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഫൈനൽ ഗ്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ലേണിംഗ് മോണിറ്റർ ചെയ്യാനുള്ളതാണ്, ലേണിംഗ് എങ്ങനെ നടക്കുന്നു. മറ്റത് ഫൈനൽ എത്രത്തോളം അവർ പഠിച്ചു എന്നുള്ളതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ലേണിങ്ങിൽ നടക്കുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂണിറ്റ് അല്ലെങ്കിൽ കോഴ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ്മെൻ്റ് ആണ്. എവിടെയാണ് ഗ്രോത്ത് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അവിടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് മെഷർ ചെയ്യാനും നമ്മുടെ അച്ചീവ്മെൻറ്റ് ആയിട്ടാണ് അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ സമ്മേറ്റീവ് അസസ് എന്ന് പറയുമ്പോൾ ഒരു ഇവാലുവേഷനാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രോഗ്രസ് ആണ് ഉണ്ടായത് എന്നുള്ള ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലേണിങ്ങിൻ്റെ എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ എക്സാമാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അത് ഏത് തരത്തിലുള്ള അസസ്മെൻ്റ് ആയാലും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ക്വിസ് ആയാലും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആയാലും എക്സാമിനർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാം ടെസ്റ്റ് ആണെങ്കിൽ കൂടി അതിൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, നൗ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ സൂപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് കൂടുതൽ ഉപ്പ് വേണം, ആ ഉപ്പ് ചേർക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ എടുത്ത് നമുക്കത് ചേഞ്ച് ചെയ്ത് നല്ലൊരു സൂപ്പാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആ സൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ എന്തൊക്കെയാണോ വേണ്ടത് നമുക്ക് ഇടയിലൊക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്ന മാതിരി നമുക്ക് ചേഞ്ചസ് വരുത്തി എന്തൊക്കെയാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, സൂപ്പ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പ് പ്രിപ്പയർ ചെയ്തു, ആ സൂപ്പ് ടേസ്റ്റ് ചെയ്യുന്നത് വേറെ ആൾക്കാരാണ്, നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് വേറെ ഒരു എക്സാമിനറാണ്. അപ്പോൾ ആ എക്സാമിനർ ജഡ്ജ് ചെയ്തിട്ട് നല്ലൊരു സൂപ്പാണെന്ന് ടേസ്റ്റ് ചെയ്യുന്നു, എവിടെയാണ് കുറവ് എന്ന് ഫൈനലായിട്ട് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് എന്ത്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്. സോ വെൻ ദ കുക്ക് ടേസ്റ്റ് ദ സൂപ്പ് and understand where is the weakness and where is the gap I have is what is formative assessment. An examiner understands my where is the gap I have made. If I have done good marks, if I have achieved good marks, the examiner will appreciate me, you have done your best അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് എന്ത്, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു സൂപ്പ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്ത് വേണ്ടത് എന്ന് കണ്ടെത്തുന്നത് ഫോർമേറ്റീവ് അസസ്മെൻറ്റും, അതിനനുസരിച്ചൊരു സൂപ്പ് ഉണ്ടാക്കി അത് വേറൊരാൾ ടേസ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. അതായത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിലൂടെയൊക്കെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ സമ്മേറ്റീവ് അസസ്മെൻറ്റിലൂടെ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതും
ചേഞ്ച് ചെയ്തതുമായിട്ടുള്ള നമ്മുടെ സ്കില്ലും ഒക്കെ നമ്മൾ ഓരോ ടെസ്റ്റിലൂടെയും ചേഞ്ച് ചെയ്ത് വരുമല്ലോ, ഫീഡ്ബാക്സിലൂടെ. എന്നിട്ട് നമ്മളൊരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എത്രത്തോളം മാക്സിമം അച്ചീവ് ചെയ്തു, നമ്മൾ നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്രത്തോളം നമ്മൾ ആ ഒരു ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് എത്തി എന്ന് വേറൊരാൾ പറഞ്ഞ് നമുക്കൊരു ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് എ ഫൈനൽ കോൺസെപ്റ്റ് വേർ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ് വേർ ഹി സെൽഫ് ഇവാലുവേറ്റ് ഹിംസെൽഫ് വാട്ട് ഈസ് ഹിസ് ലേണിംഗ് പ്രോഗ്രസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലേണിങ്ങിന് വേണ്ടി എന്തൊക്കെ ഫീഡ്ബാക്സിലൂടെ ഓരോ ലേണിംഗ് മെത്തേഡ്സ് ചേഞ്ച് ചെയ്ത് അവർ പ്രോഗ്രസ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാറ്റഗറിയും വരുന്നത് ഫോർമേറ്റീവ് അസസ്മെൻറ്റിലാണ്. എന്നിട്ട് ഫൈനൽ നമ്മുടെ ഒരു എന്താ പറയുക ലേണിംഗ് ഔട്ട്കമ്മിലേക്ക് എത്തിയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. സോ അതാണ് എന്ത് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചത്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, formative assessment and summative assessment. Assessment as learning and assessment for learning is a type of formative assessment, whereas assessment of learning is a summative assessment. Okay, thank you.